ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ഇന്ത്യൻ റെയിൽവേയെ അപകീർത്തിപ്പെടുത്താനോ ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തെ കുറ്റപ്പെടുത്താനോ ഉള്ള ഒരു വീഡിയോ അല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ്. അതായത് ഒരു പൊതു താൽപ്പര്യ ഹർജി ഇന്ത്യൻ റെയിൽവേയോടും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോടുമുള്ള ഒരു അപേക്ഷ, ഒരു പൊതു താൽപ്പര്യ ഹർജിയായി ഇതിനെ കണക്കാക്കണമെന്ന് അപേക്ഷിക്കുന്നു. 1825 ലോകത്താദ്യമായി ജോർജ് സ്റ്റീവൻസൺ സ്റ്റീം എഞ്ചിൻ തീവണ്ടി ആരംഭിച്ചതിന് ശേഷം വെറും 28 കൊല്ലത്തിന് ശേഷം അത് ഇന്ത്യയിലും സ്ഥാപിതമായി. ബോറിബന്ദറിൽ നിന്ന് താനെ വരെ 34 കിലോമീറ്റർ ഓടിച്ച ആദ്യത്തെ ട്രെയിൻ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ അതായിരുന്നു. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ, GIPR എന്നായിരുന്നു അതിന് ബ്രിട്ടീഷ് ഭരണകൂടം പേരിട്ടിരുന്നത്. ആ റെയിൽവേ ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 23 ലക്ഷത്തിലധികം യാത്രക്കാരെ ദിവസവും വഹിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതായത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇത്ര വിപുലമായ ഒരു കമ്പനി, അതിൽ 1-ാം സ്ഥാനത്തോ മറ്റോ ആണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉള്ളത്. 23 ലക്ഷം ആളുകൾ ദിവസേന ഉപയോഗപ്പെടുത്തുന്ന ഈ സംവിധാനത്തിൻ്റെ അതുമൂലമുള്ള ചില ബുദ്ധിമുട്ടുകളെ അത് നടത്തുന്ന ബൃഹത്തായ ആ സ്ഥാപനത്തെ അഭിനന്ദിച്ചു അംഗീകരിച്ചുകൊണ്ട് തന്നെ, വിസ്മയത്തോടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിൽ യാത്രക്കാർക്കുണ്ടാവുന്ന ചില വിഷമങ്ങളെ അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കാം, പെടാതെയും ഇരിക്കാം. ഏതായാലും ഈ 23 ലക്ഷം പേർ ദിവസേന ഉപയോഗപ്പെടുത്തുന്ന ഈ സംവിധാനത്തിൽ ഇതിൽ യാത്ര ചെയ്യുന്ന ചിലർക്കെങ്കിലും ബഹുഭൂരിപക്ഷത്തിനും നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. മറ്റൊന്നുമല്ല, RAC, റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്നൊരു സംവിധാനം നമ്മുടെ റെയിൽവേക്കുണ്ട്. ഇത് മുഖേന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ റിസർവേഷൻ തരമാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരു പ്രശ്നം, ഗൗരവമായ ഒരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട്. യാത്രക്കാരെ ചില്ലറയൊന്നുമല്ല അത് ബാധിക്കുന്നത്, ദോഷകരമായി ബാധിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് നാം ഈ ഉദ്യമിക്കുന്നത്. നാം കുടുംബസമേതമോ അല്ലെങ്കിൽ ഒറ്റക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമോ ഒരു ദീർഘയാത്ര ഇന്ത്യക്കകത്ത് പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും റെയിൽവേ ഏർപ്പാട് ചെയ്തിട്ടുള്ള നിരവധി സംവിധാനങ്ങളിലൂടെ നാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും ആ ടിക്കറ്റ് നമുക്ക് കൺഫേമായി സമാധാനത്തോടെ യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എത്ര നേരത്തെ ബുക്ക് ചെയ്താലും അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. യാത്രക്കാരനെ ആ യാത്രയുടെ അവസാന നിമിഷം വരെ വണ്ടിക്കകത്ത് കയറിയിട്ട് പോലും മുൾമുനയിൽ നിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ്. ഒന്നുകിൽ ടിക്കറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, സ്ഥലമില്ലെന്ന് വേണ്ടെന്ന് വെക്കുക. ബുക്ക് ചെയ്ത്, അതായത് ഇതിൽ ഏജന്റുമാരോ റെയിൽവേയുടെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർക്കോ കൈയുണ്ടെന്ന് കേൾക്കുന്നു. കാരണം ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്തിടുക ബുക്കിംഗ് എന്ന പേരിൽ. യാത്രക്കാരൻ, യഥാർത്ഥ ആവശ്യക്കാരന് ഈ ടിക്കറ്റ് കിട്ടില്ല, ഒരിക്കലും ലഭിക്കില്ല. കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. കാരണം ഇത് ക്യാൻസലേഷൻ സംഭവിച്ചാൽ ഇവന് ടിക്കറ്റ് കിട്ടും. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ട്രെയിനിൽ കയറിക്കൂടി ഒരേ ബർത്തിൽ 2-3 പേർ കടന്ന് കിലോമീറ്ററുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം യാത്ര ചെയ്ത ശേഷമാണ് ഇവനിത് കൺഫേം ആവുക. അതിനു മുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ കുടുംബത്തോടെ ചെല്ലുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ഊഹവും ഇല്ലാത്ത വിധം മുൾമുനയിൽ നിർത്തുന്ന ഒരു സംവിധാനമാണിത്. ഇല്ലെന്ന് കരുതി നമുക്ക് മടങ്ങിപ്പോരാം, മറ്റൊരു യാത്രാ മാർഗത്തെ അവലംബിക്കാം. പക്ഷേ ഇത് ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല. ഏതാനും നമ്പറുകൾ അടുത്ത് കിടക്കും നമ്മുടെ റിസർവേഷൻ്റെ ക്യാൻസലേഷന് ശേഷം എഗെയിൻസ്റ്റുള്ള റിസർവേഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളിൽ നെട്ടോട്ടം ഓടുക, റെയിൽവേക്കകത്തും ട്രെയിനിനകത്തും ഒരു കോട്ടിട്ട ആളുടെ പിന്നാലെ പരക്കം പായുക, എന്നിട്ട് ചിലപ്പോൾ ഒരേ ബർത്തിൽ തന്നെ ഒന്നിലധികം ആളോടൊപ്പം പങ്കിടേണ്ടി വരിക. ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുമായി. എന്തുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇത് ബുക്ക് ചെയ്ത്
ഇട്ടിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് എന്തിനു വേണ്ടി? ബുക്ക് ചെയ്തവൻ്റെ അടുത്ത് കാശ് എണ്ണി വാങ്ങി അവനത് സ്ഥിരപ്പെട്ടു, അവൻ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ അവന് നഷ്ടം എന്ന് വരികയാണെങ്കിൽ ആരും ഇതുപോലെ ബുക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് യഥാർത്ഥ യാത്ര ചെയ്യുന്നവന്റെ വഴി മാർഗം മുടക്കാനായി ഇതിങ്ങനെ ബുക്ക് ചെയ്ത് ഇടുകയില്ലല്ലോ. അതുകൊണ്ട് ഈ RAC എന്ന സംവിധാനം തന്നെ അത് നമുക്ക് ചെയ്യുന്ന വലിയൊരു ഗുണമായിട്ടും സേവനമായിട്ടും യാത്രക്കാരന് ടിക്കറ്റ് കിട്ടാനുള്ളൊരു ഉന്നതമായ മാർഗമായിട്ടുമാണ് റെയിൽവേ അവകാശപ്പെടുന്നതെങ്കിലും അത് വലിയ ഓപ്പറേഷനായിട്ടാണ്, വലിയ പീഡനമായിട്ടാണ്, വലിയ മുട്ടിക്കലായിട്ടാണ് യാത്രക്കാരന്റെ എല്ലാ അർത്ഥത്തിലും അവന് അവസാന നിമിഷം വരെ തീറ്റിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് RACയെ കാണാൻ കഴിയുക. ശരി, ബുക്കിംഗ് എല്ലാം നടന്നു പോയൊക്കെ കുറെ നേരത്തെ ബുക്ക് ചെയ്താണെന്ന് വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ ടിക്കറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. ആ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ അന്ന് തന്നെ ശ്രമിച്ചാലും എല്ലാം ബുക്ക്ഡായിരിക്കും, ടിക്കറ്റ് ബുക്ക്ഡായിരിക്കും. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ്. വെയിറ്റ് ചെയ്യുക, അനന്തമായ വെയിറ്റിംഗ്. ഈ ബുക്ക് ചെയ്തിടുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ബുക്ക് ചെയ്യുക, അവർക്ക് ആ യാത്ര മുടക്കുകയാണെങ്കിൽ ക്യാൻസലേഷൻ എന്നൊരു ഏർപ്പാടില്ലാതിരിക്കുക. ടിക്കറ്റിന്റെ പൈസ പോയി എന്ന് കണക്കൂട്ടട്ടെ അവർ. ലക്ഷക്കണക്കിന് ഏതാണ്ട് 23 ലക്ഷം ആളുകൾക്കാണ് അത് ഉപകാരപ്പെടുക. കാരണം യഥാർത്ഥ ജനുവിൻ യാത്രക്കാർക്ക് ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യൻ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ മന്ത്രാലയവും പരിശ്രമിച്ചേ മതിയാവും. അവർ ഇതിനെ കണ്ടറിഞ്ഞേ മതിയാവും. ഇങ്ങനെ കൂട്ട ബുക്കിങ്ങും കൂട്ട ക്യാൻസലേഷനും അനുവദിക്കരുത് റെയിൽവേയിൽ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. കാരണം ആവശ്യക്കാരൻ വരട്ടെ, ബുക്ക് ചെയ്യട്ടെ, യാത്ര ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആ ടിക്കറ്റ് നഷ്ടം. റെയിൽവേക്ക് നഷ്ടമൊന്നും വരില്ലല്ലോ. റെയിൽവേ യാത്രക്കാരൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ച് അവന് സേവനം ചെയ്യുന്നു എന്ന വ്യാജേന അവൻ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത്ര തന്നെ. അവൻ യാത്ര ചെയ്യാതിരിക്കാം. ദാറ്റ്സ് നൺ ഓഫ് റെയിൽവേസ് പ്രോബ്ലം. അത് റെയിൽവേയുടെ പ്രശ്നമേ അല്ല. അതാക്കണം. ബുക്ക് ചെയ്യുക, അവസാന നിമിഷത്തിൽ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് കുറെ പേര് ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ ഇതിനു വേണ്ടി വേഴാമ്പലുകളെ പോലെ കാത്തിരിക്കുക. അവർക്ക് വിതരണം ഒരെണ്ണം ഇട്ട് കൊടുക്കുക. 100 പേര് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ 2 ആൾക്ക് കിട്ടുക, 98 ആൾ വീണ്ടും നിരാശരാവുക. എന്തിനാണ് ഈ നാടകം? എത്ര പഴഞ്ചനാണ് ഈ നാടകം? ലോകത്ത് ഈ റെയിൽവേ നെറ്റ്വർക്ക് എത്ര മനോഹരമായി, എത്ര സൗകര്യപ്രദമായി, എത്ര ആധുനികവൽക്കരിച്ച്, എത്ര കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടുകൊള്ളാത്താണോ? ഈ രാജ്യത്തിലെ ഇത്രയും ജനപ്പെരുപ്പമുള്ള 140 കോടി ജനങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ ഒരു യാത്രാ മാർഗമാണ് റെയിൽവേ എന്ന് ഓർക്കണം. അതിലാണ് ദിവസം 23 ലക്ഷം പേർ ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഓർക്കണം. ഈ 23 ലക്ഷം പേരിലെ 20 ലക്ഷം പേർക്കും ഈ ഗതികേടാണ്. ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഗതികേടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ ബുക്കിംഗ് കിട്ടാതെ റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നും ഇത് തന്നെയാണ്. 100-ൽ 100 ടിക്കറ്റും ഇതേ രീതിയിലാണെങ്കിലോ പിന്നീടുള്ള തന്ത്രങ്ങളാണ് തൽക്കാലാണത്രേ. ടിക്കറ്റ് ഓപ്പൺ ആക്കുക, വണ്ടി നിറയുന്നവരെ കൊടുത്തിരിക്കുക, വേണ്ടവൻ യാത്രയും വേണ്ടാത്തവൻ യാത്രയില്ല. റെയിൽവേക്ക് നഷ്ടമൊന്നും വരില്ലല്ലോ. ഈ യാത്ര ചെയ്യാത്തവന്റെ ക്യാൻസൽ ചെയ്ത് അതിന് കുറച്ച് ക്യാഷ് കട്ട് ചെയ്ത് അത് കുറച്ച് സർക്കാരിലേക്ക് എടുത്ത് ബാക്കിയുള്ളവനെ 100 കണക്കിന് ആളുകൾ കാത്തുമ്പോൾ അതിലേക്ക് 2 ടിക്കറ്റ് ഇട്ട് കൊടുത്ത് എന്തൊരു നാടകമാണ് ഈ കളിക്കുന്നത്? എത്ര പഴഞ്ചനാണിത്, എത്ര പ്രാകൃതമാണിത്, എത്ര മനുഷ്യത്വ രഹിതമാണിത്, എത്ര അപരിഷ്കൃതമാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് RAC എന്ന ഈ ഏർപ്പാട് നിർത്തി ഏജന്റുമാർക്കും ഉന്നത ഉദ്യോഗസ്ഥരിൽ നീതിബോധമില്ലാത്തവർക്കും ചുളിവിൽ കാശടിച്ചുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെയാണിത്, യാത്രക്കാരെയാണിത് ബാധിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പും ഇതിന് അടിയന്തരമായ RAC സ്റ്റോപ്പാക്കുക, നോ റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന സിസ്റ്റം നടപ്പിലാക്കുക. ജസ്റ്റ് റിസർവേഷൻ കറണ്ട് ബുക്കിംഗ്, ദാറ്റ്സ് ഓൾ. ഇതിനപ്പുറം റിസർവ് ചെയ്യുക, എന്നിട്ട് ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്ത അതിൽ ഭാഗ്യശാലികളായവർക്ക് നറുക്കിട്ടത് കിട്ടുക. ഇതെന്താ ലോട്ടറി ഇടപാടാണോ? ഇതെന്താ ഭാഗ്യക്കുറിയോ? ഇതിന്റെ ആവശ്യം എന്ത്? റെഡി ക്യാഷ് അവർ പറയുന്ന കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങി അവനെ യാത്ര ചെയ്യിപ്പിക്കാൻ അനുവദിക്കുക. യാത്ര ചെയ്യാത്തവന് പോകാതെ അവന്റെ കാശ് നഷ്ടപ്പെട്ടു എന്ന് ആശ്വസിച്ച് അവന്റെ വീട്ടിലിരിക്കുക. ഇതല്ലാതെ ബുക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിടുക, മാസമായിട്ട് ബ്ലോക്ക് ചെയ്തിടുക ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ, എന്നിട്ട് വാങ്ങേണ്ട ആവശ്യക്കാരൻ ക്യൂ നിന്ന് കാത്തു നിൽക്കുക. ഇവൻ ക്യാൻസൽ ആകുന്ന ദിവസവും മിനിറ്റും സമയവും കാത്തിട്ട് അവസാന നിമിഷം വരെ യാത്രക്കാരനെ മുൾമുനയിൽ നിർത്തുക, ഒരു കാര്യത്തിനും വിടാതെ. ഇത് അന്വേഷിക്കലാണ് നമ്മുടെ പ്രധാന പണി. യാത്ര പോകാൻ തീരുമാനിച്ച ദിവസം മുതൽ പിന്നെ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കലാണ് നമ്മുടെ പണി. ഇത് എന്തൊരു മര്യാദകേടാണ്! ഇത് മനസ്സിലാക്കേണ്ട റെയിൽവേ ഇത് മനസ്സിലാക്കി
ഉചിതമായ നടപടി ഈ RACക്കെതിരെ എടുക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ.